നടൻ ബാലയ്ക്കും കുടുംബത്തിനുമെതിരെ ഗുരുതരാരോപണമായി മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ തനിക്കും കുടുംബത്തിനുമെതിരെ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നുവെന്നും ആശുപത്രി കിടക്കയിൽ നിന്നുള്ള വീഡിയോയിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറയുകയാണ്. മൂക്കിൽ ട്യൂബ് ഘടിപ്പിച്ച് അവശനിലയിലാണ് എലിസബത്ത് സംസാരിക്കുന്നത്. താൻ മരിച്ചാൽ അതിന് ഉത്തരവാദികൾ മുൻ ഭർത്താവും അയാളുടെ കുടുംബവുമായിരിക്കുമെന്ന് എലിസബത്ത് പറയുന്നു. താൻ നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല എന്നും എലിസബത്ത് പറയുകയാണ്. ആക്ച്വലി എനിക്ക് പല കാര്യങ്ങളും സഹിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഡി കോമ ഓ കോമ സി എന്നൊക്കെ പറഞ്ഞിട്ടിട്ട് ടേക്ക് കെയർ ഓഫ് യുവർ ഫാമിലി, മണി സക്കിങ് ലീച്ചസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പല ത്രെറ്റനിങ് വീഡിയോകളും പലതും, അവരുടെ കൗണ്ടർ കേസുകൾ, ഒരു ഈവൻ കല്യാണം തന്നെ നടന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫങ്ഷൻ തന്നെ നടന്നിട്ടില്ല, എല്ലാം വലിയ ഇമാജിനേഷനാണെന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് വൈഫാണെന്നും ഇൻ്റർവ്യൂകളും പിന്നെ സ്റ്റേജ് ഷോകളൊക്കെ എന്തിനാണോ നടത്തിയതെന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ മരിക്കുകയാണെങ്കിൽ അതിന് കൂടുതൽ ഉത്തരവാദിത്വം ആ പുള്ളി തന്നെയാണ്. ഞാൻ ചീഫ് മിനിസ്റ്ററിന് കംപ്ലയിൻറ്റ് കൊടുത്തു, പോലീസിൻ്റെ കംപ്ലയിൻറ്റുകൾ അക്സെപ്റ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആരും എൻ്റെ കംപ്ലയിൻറ്റ് മുകളിൽ താഴത്തേക്ക് കുന്നംകുളം DYSP ഓഫീസിലെത്തി. ഒരു തവണ വീട്ടിൽ വന്നിട്ട് അന്വേഷിച്ചു. പിന്നെ അതിൻ്റെ റിസൾട്ട് അറിയില്ല. അത്തരത്തിൽ പല രീതിയിൽ അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുകയാണ്. മരിക്കുകയാണെങ്കിൽ ഉത്തരവാദി വിൽ ഗെറ്റ് ജസ്റ്റിസ് ബിഫോർ ഡൈ എന്നാണ്, ബിഫോർ ഐ ഡൈ എന്ന ചോദ്യത്തോടെയാണ് ഇട്ടേക്കുന്നത്. മൂക്കിൽ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട്. ആശുപത്രി കിടക്കയിലാണ് എന്നാണ് തോന്നുന്നത്. സ്മിത ഹരിദാസ്. സ്മിത, ആ പ്രശ്നങ്ങൾക്കപ്പുറം എലിസബത്ത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഈ ഹെൽത്ത് കെയർ വീഡിയോകളൊക്കെ ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. എലിസബത്തിൻ്റെ ആരോഗ്യ പ്രശ്നം എന്താണ്? ഹാഷ്മി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് സോഷ്യൽ മീഡിയയിൽ. നമ്മൾ അന്ന് വിമാന അപകടത്തിന്റെ ആ ഒരു പശ്ചാത്തലത്തിലൊക്കെ തന്നെ കണ്ടതാണ്. വളരെ ആക്റ്റീവായിട്ട് ഇപ്പം ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുള്ള മണിക്കൂറുകൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. എൻ്റെ ഇപ്പുറത്തുള്ള ബോക്സിൽ അത് കാണാം. മൂക്കിലൂടെ ഒരു ട്യൂബ് ഇട്ട നിലയിലാണ്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, ഞാൻ ആശുപത്രിയിലാണ്. മുൻ ഭർത്താവിൻ്റെ പേരെടുത്ത് പറയാതെയാണ് പറയുന്നത്. എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഈ മുൻ ഭർത്താവാണ്. മുൻപ് ഒരുപാട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അയാൾക്കെതിരെ, പരാതികൾ. പക്ഷേ ഈ പരാതികളിൽ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും ആകുന്നില്ല. കേസ് മുന്നോട്ട് പോകുന്നില്ല. കേസിനെതിരെ കേസ് കൊടുക്കുന്നു, വീണ്ടും കേസ് കൊടുക്കുന്നു. ഈ രീതിയിൽ കൗണ്ടർ കേസുകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. എന്നെ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഒരു ഫംഗ്ഷൻ പോലും നടന്നിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും മുന്നിൽ എന്നെ ഓരോ പരിപാടികളിലും ആഘോഷങ്ങളിലും എല്ലായിടത്തും പോകുമ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഭാര്യ എന്ന് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. അതെന്തിനായിരുന്നു? ഇതെല്ലാം ചെയ്തിട്ടും ഞാൻ കൃത്യമായ തെളിവുകളോടെ കേസുകൾ കൊടുക്കുന്നു. പോലീസിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ നടപടി ഉണ്ടാകുന്നിട്ട് മുതിർന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ സമീപിക്കുന്നു. അവിടെ നിന്ന് ഒരു തവണ മാത്രമാണ് ഒരു കേസ് പരാതി എടുത്തു എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ളത്. പിന്നീട് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിൽ പരാതി കൊടുക്കുന്നു. ഇതിലൊന്നും ഒരു നടപടിയാകുന്നില്ല. ഇത്രയും ദിവസങ്ങളാകുന്നു. തനിക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു, പലവട്ടം ഭീഷണി, അപമാനിക്കൽ, ഈ രീതിയിലെല്ലാം വന്നിട്ടുണ്ട്. തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തൻ്റെ മുൻ ഭർത്താവും കുടുംബവുമാണ് ഇതിന് ഉത്തരവാദികൾ എന്നാണ് ഇതിൽ പറയുന്ന. ഒരു 8-8.5 മിനിറ്റ് നീണ്ട ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ എലിസബത്ത് ഉദയൻ പറയുന്നുണ്ട്. ആ പറയുന്നതിലെല്ലാം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒരു സ്ത്രീ എന്ന നിലയിൽ പല തരത്തിലും കണ്ടിട്ടുള്ളതാണ്. സ്ത്രീകൾക്കാണ് നീതി ഉറപ്പാക്കുക എന്ന് നമ്മൾ പറയുന്നു നമ്മുടെ രാജ്യത്ത്. പക്ഷേ ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് അത് സംഭവിക്കാത്തത്? എനിക്കിതുവരെ നീതി ലഭിച്ചിട്ടില്ല. എൻ്റെ പരാതിയിൽ കൃത്യമായ അന്വേഷണം പോലും നടക്കുന്നില്ല. ഞാൻ വീണ്ടും വീണ്ടും കോടതിയിൽ കയറേണ്ടി വരുന്നു. എൻ്റെ വീട്ടിൽ ഒരു പ്രാവശ്യം അതിനെക്കുറിച്ചൊരു ഈ നേരത്തെ കൊടുത്ത കേസിൽ ഒരു അന്വേഷണം വന്നിരുന്നു. അതല്ലാതെ മറ്റൊന്നും അതിനെക്കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഞാൻ ആശുപത്രിയിൽ കിടക്കയിലാണ് ഇപ്പോൾ. അത് നിങ്ങൾക്ക് പരിശോധിക്കാം, ഇവിടുത്തെ റെക്കോർഡ്സ് പരിശോധിക്കാം. ആശുപത്രിയിൽ ചികിത്സയിലാണ് ഞാനുള്ളത്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദി മുൻ ഭർത്താവാണ്, അവരുടെ കുടുംബമാണ് എന്ന് വീണ്ടും പറയുകയാണ് എലിസബത്ത് ഉദയൻ്റെ. ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. കുറച്ച് അവശനിലയിലാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണമായത് എന്നിപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ഈ വീഡിയോയിലൂടെ എലിസബത്ത് ഉദയൻ പല കാലങ്ങളിലായി പല രീതിയിൽ സ്വന്തം കാര്യങ്ങളാണെങ്കിലും ഈ ബാലയുമായി വിവാഹം കഴിച്ചിരുന്ന സമയത്ത് നമുക്കറിയില്ല അവർ തമ്മിലുള്ള പ്രശ്നം എന്താണെന്നോ അതിന്റെ വ്യവഹാര വഴിയോ ഒന്നും നമുക്കങ്ങനെ അറിയില്ല. അങ്ങനെ അതൊരു ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടെങ്കിലും ഒരു പൊതുവാർത്താ മണ്ഡലത്തിലൊക്കെ അതങ്ങനെ കാര്യമായി വന്നിരുന്നില്ല. പക്ഷേ എലിസബത്ത് നേരത്തെയും പരാതികൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫേസ്ബുക്ക് വീഡിയോകളൊക്കെ ഇടുന്നുണ്ട്.
അമൃത കരഞ്ഞുകൊണ്ടുള്ളൊരു യൂട്യൂബ് വീഡിയോയും അത് അവരുടെ മകൾക്കടക്കം നേരിടേണ്ടി വരുന്ന ദുരവസ്ഥയെപ്പറ്റി ഒക്കെ പറഞ്ഞുകൊണ്ട് ഇട്ടിരുന്നു. അപ്പോൾ ഇതിലുള്ള പ്രശ്നങ്ങളുടെ ആഴം, അവർ തമ്മിലുള്ള ഇക്വേഷൻ എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല. പക്ഷെ ഒരു പ്രശ്നം ഇവിടെയുണ്ട്. ഇതൊക്കെ കാണിച്ച് പരാതി കൊടുത്തിട്ട് അതിൽ നടപടി ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് അതൊരു കൺസേൺ ആണ്. അതെ, അത് മാത്രമല്ല പരസ്യമായി വീഡിയോകൾ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഒരു ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ബാല ആ രീതിയിൽ എന്തെങ്കിലും പറഞ്ഞ് ഇടുന്നത്. പക്ഷേ ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പലതരത്തിലായിട്ട് ഒരുപാട് അപമാനിക്കുന്ന രീതിയിലൊക്കെ തന്നെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു പരാതി എത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ പരാതിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അത് അറിയേണ്ടതുണ്ട്. കാരണം ഒരു സ്ത്രീ ഈ ഒരു അവസ്ഥയിൽ അങ്ങനെ ഒരു പരാതി പരിഹരിക്കപ്പെടുന്നില്ല. പിന്നെ കോടീശ്വരനായ ഒരാൾക്ക് പൈസയില്ല, സാമ്പത്തികമായി യാതൊരു നിവൃത്തിയില്ല എന്നുള്ള രീതിയിലൊക്കെ വരുന്നു എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ പരാതി എവിടെ എത്തി നിൽക്കുന്നു, അതിൽ അന്വേഷണം ഉണ്ടായിട്ടില്ലെങ്കിൽ അതെന്തുകൊണ്ട്, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. കാരണം എലിസബത്ത് ഉദയൻ എന്നുള്ളൊരു വ്യക്തി സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ്. PG വിദ്യാർത്ഥിനിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോഴ്സ് കഴിഞ്ഞ് അവിടെ പ്രാക്ടീസ് ചെയ്യുകയാണോ അത് കൃത്യമായി അറിയില്ല. എന്തു തന്നെ ആയാലും ഇത്തരം പ്രശ്നങ്ങൾ പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരെ പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇപ്പോഴെന്താണ്, എന്താണ് എലിസബത്ത് ഉദയൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയ്ക്ക് കാരണം, ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടേണ്ടതാണ്. ഓക്കെ, സ്മിത ഹരിദാസാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ആശുപത്രി കിടക്കയിലാണ്, മൂക്കിൽ ട്യൂബൊക്കെ ഇട്ട ഉള്ളൊരു ആരോഗ്യാവസ്ഥയിലാണ്. പക്ഷേ ആ ആരോഗ്യാവസ്ഥയ്ക്ക് കാരണം എന്താണ് എന്ന് നമുക്കറിയില്ല, എന്ത് രോഗാവസ്ഥയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ തൻ്റെ മരിച്ചു പോവുകയാണെങ്കിൽ മരണത്തിന് ഉത്തരവാദികൾ ബാലയും കുടുംബവുമാണ്. ആസ്മിത, എനിക്ക് എന്താകുമെന്നറിയില്ല, ഞാൻ ജീവിച്ചിരിക്കുമോ എന്നറിയില്ല. ഇതൊക്കെ എല്ലാവരോടും പറയണമെന്ന് തോന്നി. പറയാതെ മരിച്ചുപോയാൽ ഇതിൽ കാര്യമില്ലല്ലോ. എനിക്ക് ഭയങ്കരമായി വിഷമമാകുന്നു. ഇതെല്ലാം പറയണമെന്ന് തോന്നി. രണ്ടുപേർക്കും ഓർഡർ വന്നിട്ടുണ്ട്. ഇരുവരുടെയും കാര്യത്തിൽ ഇടപെടാൻ പാടില്ല, വീഡിയോ ഇടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് അയാൾ പങ്കുവച്ച വീഡിയോ എന്നെ ഭീഷണിപ്പെടുത്തുന്നതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോയിൽ. ഓക്കെ, എന്താണ് പ്രശ്നം എന്ന് പരിഗണിക്കപ്പെടേണ്ട ഫോറങ്ങൾ, അന്വേഷിക്കേണ്ട ഫോറങ്ങളിൽ അന്വേഷണം ഉണ്ടാവട്ടെ. എലിസബത്ത് ഉദയൻ്റെ ആരോഗ്യ പ്രശ്നം എന്താണെങ്കിലും അത് ഭേദമായി ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ, സജീവമാവട്ടെ.